ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ലേലം പിടിക്കാൻ വന്ന വസുമതിയെ എങ്ങനെ ഇവിടുന്ന് ഓടിച്ചു വിടണമെന്ന് പറഞ്ഞ് ചന്ദ്രബോസും ഉപേന്ദ്രനും ADM എല്ലാം കൂടെ പ്ലാൻ ചെയ്യുവാണ്. ചന്ദ്രബോസ് സുസ്മിതയോട് പറയുന്നു, മോള് ചെന്ന് അവളോട് മര്യാദയ്ക്ക് സംസാരിച്ച് നോക്ക്, അത് കേട്ടില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നോക്ക്. അതിനും അവൾ വഴങ്ങിയില്ലെങ്കിൽ നമ്മുടെ പിള്ളേരവിടെ നിൽക്കുന്ന കണ്ടോ, അവന്മാരവിടെ കഥയങ്ങ് തീർത്തോളും. അങ്ങനെ സുസ്മിത വസുമതിയുടെ അടുത്തോട്ട് പോവുകയാണ്. പുറകിന് ചന്ദ്രബോസും പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അനു അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോഴപ്പോഴുള്ള ന്യൂസുകളെല്ലാം അനു ശാലിനിയെ വിളിച്ചറിയിക്കുന്നുണ്ട്. എന്തായി അനു അവിടുത്തെ കാര്യങ്ങളൊക്കെ? സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും ഒക്കെ ഇവിടെ ഉണ്ട് മാഡം. പിന്നെ അവർ നിയന്ത്രിക്കുന്ന കുറച്ച് ഗുണ്ടകളും ഉണ്ട്. അവരാണ് ഈ ലേലം തന്നെ നിയന്ത്രിക്കുന്നത്. രോഹിത്തിനെ എതിർത്ത് വിളിക്കുന്നത് വസുമതി ആൻറ്റിയാ. വസുമതി ആൻറ്റി ഉണ്ടോ? അതെ, സത്യാമ്മയോടുള്ള വൈരാഗ്യത്തിൻ്റെ പേര് വന്നതാ. ഇപ്പോൾ ലേലം വിളി എവിടം വരെയായി? അത് മേഡം, രോഹിത്താണെങ്കിൽ 15 കോടി 13 ലക്ഷം പറഞ്ഞിട്ടിരിക്കുക. ഇതിൽ കൂടുതലൊന്നും പറഞ്ഞ് വസുമതി ആൻറ്റി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേഡം. എന്ത് വന്നാലും ഈ ലേലം പിടിക്കുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് സുസ്മിതയും കൂട്ടരും നിൽക്കുന്നത്. വസുമതി ആൻറ്റിയെ എന്തായാലും അവരിപ്പോൾ ബ്ലോക്ക് ചെയ്യും. ഇനി ഈ റൗണ്ടിൽ തുക വിളിച്ച് കയറ്റാൻ അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്ത് ചെയ്യാനാനു, നമ്മളെ കൊണ്ട് കൂട്ടിയാലൊന്നും കൂടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. എന്നാലും ഇതാര് വാങ്ങിക്കുമെന്നൊന്ന് അറിയണമായിരുന്നു. അതിനെന്താ മാഡം, അതുകൊണ്ടാണ് ഞാൻ അപ്പപ്പോൾ ഉള്ള വിവരങ്ങൾ മാഡത്തിനെ വിളിച്ചറിയിക്കുന്നത്. സുസ്മിത വന്നിട്ട് വസുമതിയോട് ചോദിക്കുക, എന്താ വസുമതി ആൻറ്റി ഒരു വല്ലാത്ത ഫോമിലാണല്ലോ? അതെ, ഫോമിൽ തന്നെ. നിനക്കൊക്കെ മാത്രം ഫോമിൽ നടന്നാൽ മതിയോ? എന്താടി നിനക്ക് മനസ്സിലായില്ലേ? നീ മാത്രം അങ്ങ് ഫോമായാൽ മതിയോന്ന്. ചന്ദ്രബോസും ഉപേന്ദ്രനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ചന്ദ്രബോസ് വസുമതിയോട് പറയുക, ലേലം വിളിച്ച് ഉറപ്പിക്കുന്ന രീതിയിലാണല്ലോ വിളി കണ്ടിട്ട്. അഹങ്കാരത്തിനും അഹംഭാവത്തിനും സത്യഭാമയേക്കാൾ ഒരുപടി മുകളിലാണ് ഈ വസുമതി. വസുമതി പറയുക, ഞാനിത് തിരിച്ചു പിടിക്കാൻ തന്നെയാണ് പോകുന്നത്. അതിനുള്ള പണവും ഞാൻ കരുതിയിട്ടുണ്ട്. രേഖാമൂലം ഞാൻ അതൊക്കെ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുമുണ്ട്. ഉപേന്ദ്രൻ പറയുക, സത്യഭാമയുടെ വീട് ലേലത്തിൽ പിടിച്ചിട്ട് മകനെയും മരുമകൾ പ്രീതിയെയും സത്യഭാമയുടെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണം. അങ്ങനെ ഒരു മധുര പ്രതികാരം. എന്നാലേ ഈ ഉപേന്ദ്രൻ മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ വീടിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഈ വീടും ഈ ചുറ്റുമുള്ള ഏക്കർ കണക്കിന് വസ്തുക്കളും. അതിന് നീ തടസ്സം നിൽക്കാനാണോ നിന്റെ ഭാവമെങ്കിൽ നിന്റെ മകൻ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിന്റെ കൺമുന്നിൽ കിടക്കുന്നത് കാണണോടി. വസുമതി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കുറച്ച് അവതാരങ്ങൾ അവിടെ വരുമെന്ന്. ഉപേന്ദ്രൻ വീണ്ടും പറയുക, നിന്റെ മകനും മരുമകളും കൂടി കാർ ആക്സിഡന്റിലെ ഒരു ലോറിക്കടിയിൽ ചതഞ്ഞരഞ്ഞ് കിടക്കുന്നത് നിനക്ക് കാണണോ? പറയുന്നത് ഉപേന്ദ്രനാ, പറയുന്നത് ചെയ്തു കാണിക്കാൻ തൻ്റെ ഇടമുള്ള ഉപേന്ദ്രൻ. 15 കോടി 13 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ലേലം ഉറപ്പിക്കും. ഇനി നീ ഇവിടെ നിന്ന് ഒരക്കം കൂടുതൽ പറഞ്ഞാൽ നീയും തീരും, നിന്റെ മകനും തീരും. നിനക്ക് സംശയമുണ്ടെങ്കിൽ ദാണ്ട് അങ്ങോട്ട് നോക്ക്, അവിടെ ഉപേന്ദ്രൻ്റെ ഗുണ്ടകളിങ്ങനെ കത്തിയും വടിയും ഒക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. വസുമതി ആകെ ഭയന്നു പോയി. സുസ്മിത ചോദിക്കുക, അപ്പോഴെങ്ങനാ വസുമതി ആൻറ്റി? നേരത്തെ അങ്ങ് വീട് പിടിക്കുമല്ലയോ? ചന്ദ്രബോസ് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല മേഡം. ആ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആൾക്കാരാ. ഇവിടെ ഒരില അനങ്ങണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണം. പിന്നെ നിന്റെ മകൻ വക്കീലാന്നുള്ള നെകളിപ്പൊന്നും ഇവിടെ എടുക്കണ്ട. ഒരു 2 മിനിറ്റ് നിന്റെ മോൻ്റെ മുഖം ഒന്ന് അമർത്തിപ്പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നിന്റെ മോൻ്റെ ജീവൻ. ഇവിടെ കോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത്. മകനെ കോടി പതപ്പിച്ച് കിടത്തണ്ടെങ്കിലേ എത്രയും പെട്ടെന്ന് വീട് പിടിച്ചോണം. അറിയാമല്ലോ ഈ ചന്ദ്രബോസിനെ. ഇനിയൊരു പറച്ചിലില്ല, ചെയ്യിക്കലേ ഉണ്ടാവും. ഇനി എന്താടി നിന്റെ ഉദ്ദേശം? പറയടി, ഞാൻ പൊയ്ക്കോളാം. എൻ്റെ മകനെ ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് പുലി പോലെ വന്ന വസുമതി എലിയെപ്പോലെ അങ്ങ് തിരിച്ചുപോയി. അങ്ങനെ എന്തായാലും ഇവളുടെ കാര്യത്തിലൊരു തീരുമാനമായി. നമുക്കിനി അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് അവർ 3 പേര് ലേലം നടക്കുന്നിടത്തോട്ട് പോവുകയാണ്. അനു ശാലിനിയെ വിളിച്ച് പറയുന്നുണ്ട്, വസുമതി ആൻറ്റിയെ അവർ വിരട്ടി ഓടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ലേലം രോഹിത്ത് പിടിക്കും മേഡം. തടസ്സങ്ങളൊക്കെ അവർ മാറ്റിക്കളഞ്ഞു. ഒടുവിലത്തെ കരുവും അവർ വെട്ടിക്കളഞ്ഞു. ഇനി ആരുടെ എതിരില്ലാതെ നമ്മുടെ ശത്രുക്കൾ വിജയിക്കുന്ന കാഴ്ച മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ ലേലം വിളി വീണ്ടും തുടരുകയാണ്. ലേലം 15 കോടി 13 ലക്ഷം രൂപയ്ക്ക് രോഹിത് എന്ന് പറയുന്ന ആള് ലേലം വിളിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നും ലേല നടപടികൾ പുനരാരംഭിക്കും. 15 കോടി 13 ലക്ഷം രൂപ ഒരു തരം, 15 കോടി 13 ലക്ഷം രൂപ 2 തരം. അപ്പോൾ ഉപേന്ദ്രൻ ഓടിച്ചെന്ന് കളക്ടറോട് പറയുക, ഇനി ആരും വിളിക്കാനില്ല സാറേ, ലേലം അങ്ങ് ഉറപ്പിക്കും. ADM പറയുക, എന്നാലും നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. ഒരിക്കലും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല.
ഒരിക്കൽ കൂടി ലേലം വിളിച്ചിട്ട് നമുക്ക് രോഹിത്തിൻ്റെ പേരിൽ അങ്ങ് ഉറപ്പിക്കാം. ഉപേന്ദ്രൻ ചന്ദ്രബോസിനോട് പറയുന്നു, ഈ ലേലം നമുക്ക് തന്നെ, ഇത് നമ്മൾ പിടിച്ചിരിക്കും, ഇവിടെ ആരിയ്ക്കുന്നു വേറെ പിടിക്കാൻ എന്നും പറഞ്ഞ് അവരിങ്ങനെ സന്തോഷിച്ച് നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ സുബേർക്ക ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ലേലത്തുക ഉറപ്പിക്കാൻ പോവുകയാണ്. 15,13,00,000 രൂപ എന്നിങ്ങനെ മൂന്നാം തരം പറയാനൊഴുകുമ്പോഴത്തേക്ക് നമ്മുടെ സുബേർക്ക പറയുന്നു 15,14,00,000. ആരും പ്രതീക്ഷിക്കാത്ത ഒരു തുക. ആരാണ് ഈ പറയുന്നതെന്ന് പെട്ടെന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പം നമ്മുടെ സുബേർക്കയാണ് ലേലം വിളിക്കുന്നത്. ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരാളെ അവിടെ. എല്ലാവരും ഇപ്പം ലേലം കഴിയും, വിജയം ആഘോഷിക്കാം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്തൊരു അടി പോലെ നമ്മുടെ സുബേർക്ക ബാഗ് നിറച്ച് കാശുമായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ സുബേർ, ഒരു പ്ലാനറാ, ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്നുണ്ട്, നൂർജഹാൻ ട്രാൻസ്പോർട്ട് കമ്പനി. ഇങ്ങനെ നമ്മുടെ സുബേർക്ക നല്ല പവറോടെ രോഹിത്തിൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുവാണ്. ചന്ദ്രബോസ് ചോദിക്കുക, ഇവനാരാ ഈ കുപ്പിയിൽ നിന്നിറങ്ങിയ ഭൂതം പോലെ, നിനക്കറിയാവോടി മോളെ? അത് ചിറ്റപ്പ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ വിഷ്ണു ഇപ്പോൾ ലോറി ഡ്രൈവറായിട്ട് പോകുന്നതേ ഇയാളുടെ കമ്പനിയിലാണ്. ഉപേന്ദ്രൻ പറയുക, ഓഹോ, അപ്പോൾ വീട് തിരിച്ചു പിടിച്ച് തൻ്റെ ഡ്രൈവറെ ഏൽപ്പിക്കാനുള്ള വരവാ. ലേലത്തുക കൂട്ടി വിളിച്ച് നമ്മുടെ സ്വപ്നം തകർക്കാനായി ഇവൻ്റെ ഉദ്ദേശമെങ്കിൽ തീർക്കണം അവനെ ഇവിടെ വെച്ച് തന്നെ. നോക്കാം അയാളുടെ വിളി എവിടം വരെ പോന്നെന്ന്. തെക്കോട്ട് പോകാനുള്ള വിളിയാ വിളിക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, തെക്കോട്ട് തന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ചന്ദ്രബോസ് പറയുന്നു, ഉപേന്ദ്ര, ഇവനും കൂടെ അകത്തളത്തിൽ ഇരിക്കാനുള്ള സീറ്റ് നീ ഒന്ന് തയ്യാറാക്കിക്കോ. ഇവനെ കണ്ടിട്ട് നമ്മുടെ കൈക്ക് പണിയാകുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. എൻ്റെ ചന്ദ്രബോസെ, ഇറച്ചിയിൽ മണ്ണ് പറ്റിക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തരും കുറ്റിയും പറിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിറ്റപ്പ, ഇനി ഒന്നും ആലോചിക്കാനില്ല. കോടികൾ വാരി എറിഞ്ഞ് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുക നമ്മൾ. ആ ലക്ഷ്യത്തിലെത്താൻ ആര് തടസ്സം നിന്നാലും അവരെ ഒഴിവാക്കുക തന്നെ വേണം. ഞാൻ നോക്കട്ടെ, ഇവിടെയും ഒരു തടസ്സം കാണുന്നുണ്ട്, എങ്കിലേ ആ തടസ്സം ഞാൻ ഉടനെ അങ്ങ് മാറ്റിയേക്കാം. എന്തു പറയുന്നു ഉപേന്ദ്ര? ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി ആ തടസ്സം നമുക്കങ്ങ് മാറ്റിയേക്കാം. അനു ഉടനെ തന്നെ ശാലിനിയെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. മേഡം, ബസുമതി ആൻറ്റി പരാജയപ്പെട്ട് പോയ സ്ഥാനത്ത് വേറെ ഒരാൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഒരു സുബേർക്കായോ? അനു, അത് വിഷ്ണുവേട്ടൻ സുബേറിക്കയുടെ ലോറിയാണ് ഓടിക്കുന്നത്. അതെനിക്കറിയാം മേഡം, അതാ ഞാൻ മേഡത്തിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. സുബേറിക്ക അവിടെ വന്നത്. അനു, അതൊരു ഗുഡ് ന്യൂസ് തന്നെ. സുബേറിക്ക വീട് ലേലത്തിൽ പിടിച്ച് വിഷ്ണുവേട്ടന് കൊടുക്കാൻ തന്നെയാണ്. ദൈവമേ, അങ്ങനെ ഒരു മിറക്കൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വിഷ്ണുവേട്ടനെ ആയിരിക്കും. ദൈവം എല്ലാം തിരികെ കൊണ്ട് തരുമെന്ന് തോന്നുന്നതിന്. പക്ഷേ മേഡം, സുബേറിക്കയെ അവരിപ്പം തന്നെ ഇവിടെ ലോക്ക് ചെയ്യും. പണം കൂട്ടി വിളിച്ച് സുബേറിക്കയെ വീഴ്ത്താൻ പറ്റിയില്ലെങ്കിൽ അവർ ഗുണ്ടായിസ് കൊടുക്കും. അവരുടെ ഈ കോട്ടയിൽ ഒറ്റയ്ക്ക് സുബേറിക്കയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഇവിടെ മൊത്തം ചന്ദ്രബോസിന്റെ ഗുണ്ടകളാണ് നിൽക്കുന്നത്. സുബേറിക്കയെ ഇപ്പം തന്നെ അവർ പൂട്ടും. സുബേറിക്കയുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. ഉപേന്ദ്രനും കൂട്ടരും അതിന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു മേഡം. എങ്കിൽ ഞാൻ ഉടനെ തന്നെ വിഷ്ണുവേട്ടനെ വിവരം അറിയിക്കട്ടെ. ഇന്ന് ലേലമാണെന്നുള്ള വിവരം മനഃപൂർവ്വം ഞാൻ പറയാതിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ സുബേറിക്കയുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ വിഷ്ണുവേട്ടനെ അറിയിച്ചേ പറ്റൂ. അനു, വിഷ്ണുവേട്ടന് വേണ്ടിയാണ് സുബേറിക്ക അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സുബേറിക്കയുടെ ജീവൻ ഒരാപത്തും വരാതെ വിഷ്ണുവേട്ടൻ നോക്കണം. വിഷ്ണുവേട്ടൻ അവിടെ വരണം അനു, എങ്കിലേ കാര്യങ്ങളൊക്കെ നേരാവണ്ണം ശരിയാകത്തുള്ളൂ. നമ്മുടെ വിഷ്ണുവും കമലനും കൂടി ഇന്ന് ലോറിയെല്ലാം ക്ലീൻ ചെയ്യുവാണ്. കമലൻ പറയുക, ആശാനെ, ഇതൊരു നല്ല വണ്ടിയാണ്, കുറച്ച് കാശുണ്ടാക്കിയേ ആശാൻ ഈ വണ്ടി അങ്ങ് വാങ്ങി. എടാ മതിയടാ, തുടയ്ക്കടാ. ആ സമയത്ത് ശാലിനിയുടെ ഫോൺ വിഷ്ണുവിന് വരുന്നുണ്ട്. ശാലിനി ആ വീടിൻ്റെ ലേലത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, ഇനി അതോർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, അതെടുക്കാനുള്ള പരുവം നമുക്കില്ലല്ലോ. അത് മാത്രമല്ല വിഷ്ണുവേട്ടന് വേണ്ടി സുബേറിക്ക അവിടെ വന്നിട്ടുണ്ട്. സുബേറിക്കയോ? അതേ വിഷ്ണുവേട്ട, വീട് തിരിച്ചു പിടിച്ച് വിഷ്ണുവേട്ടന് തരാൻ തന്നെ ആയിരിക്കും സുബേറിക്ക അവിടെ വന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? അപ്പോൾ ശാലിനി അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. ചന്ദ്രബോസും ഉപേന്ദ്രനും സുസ്മിതയെല്ലാം ചേർന്ന് നിറയെ ഗുണ്ടകളെയൊക്കെ അവിടെ ഇറക്കിയിട്ടുണ്ട്. ബസുമതി ആൻറ്റിയെ അവർ ഭീഷണിപ്പെടുത്തി ഓടിച്ചിട്ടുണ്ട്. അടുത്ത സുബേറിക്കയുടെ ജീവന് തന്നെ അപകടമാണ്. എന്തെങ്കിലും അവർ സുബേറിക്കയെ ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിഷ്ണുവേട്ടൻ അവിടെ എത്തണം. ശരി ശാലിനി, ഞാൻ ഇപ്പം തന്നെ പുറപ്പെടുവാണ്. എടാ കമല, വാടാ കേരള. എവിടെ ആശാനെ? ഒരു കൊട്ടേഷൻ ഉണ്ടടാ, ദൈവത്തിൻ്റെ കൊട്ടേഷൻ. ഈശ്വരൻ എനിക്ക് കനിഞ്ഞു തന്ന കൊട്ടേഷൻ.
അങ്ങനെ ലേലം വിളി വീണ്ടും തുടരുകയാണ്. സുബൈർക്ക് 15 കോടി 15 ലക്ഷം പറഞ്ഞു. എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ രോഹിത് ഇങ്ങനെ ഉപേന്ദ്രനെ നോക്കുമ്പോൾ ഉപേന്ദ്രൻ കൈ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് രോഹിത് പറയുന്നു 15 കോടി 15 ലക്ഷത്തി 50. സുബൈർക്ക് അതിൽ കൂടുതൽ പറയുമെന്ന് മനസ്സിലാക്കിയ കളക്ടർ ചന്ദ്രബോസിനെ വിളിച്ചിട്ട് പറയുന്നു, എത്രയും പെട്ടെന്ന് അയാളെ പൂട്ടിക്കോ, അല്ലെങ്കിൽ നമ്മുടെ സകല പ്രതീക്ഷകളും കൈവിട്ടു പോകും. അങ്ങനെ കളക്ടർ ചന്ദ്രബോസിനെയും ഉപേന്ദ്രനെയും കണ്ണു കാണിച്ച് എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഉടനെ തന്നെ ചന്ദ്രബോസും ഉപേന്ദ്രനും കൂടെ പുറത്തോട്ട് മാറുന്നുണ്ട്. സുബൈർക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് 15 കോടി 15 ലക്ഷത്തി 500. അത് കേട്ട് രോഹിത് കണ്ണ് തള്ളിക്കൊണ്ട് സുസ്മിത ഇങ്ങനെ നോക്കുവാണ്. രോഹിത് എഴുന്നേറ്റിട്ട് 15 കോടി 15 ലക്ഷത്തി 550. അങ്ങനെ ലേലം ഒരു തരം രണ്ട് തരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സുബൈർക്കയുടെ ഫോണിലോട്ടൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പോഴവിടേക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ അങ്ങിങ്ങാട്ട് നിരന്നു നിൽക്കുകയും ചെയ്യുന്നു. ഉപേന്ദ്രൻ സുബൈർക്കയുടെ ഫോണിൽ പറയുവാണ്, നൂർജഹാൻ നിങ്ങളുടെ മകളല്ലേ, അവളിപ്പോൾ വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. ആരാണ് നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കണമെങ്കിലേ നിങ്ങളെ തിരക്കിന്ന് കുറച്ചിങ്ങോട്ട് മാറി പുറകോട്ടിങ്ങോട്ട് വാ. സുബൈർക്ക് പെട്ടെന്ന് കൂടെ വന്ന ആളിൻ്റെ കയ്യിലോട്ട് കൈ കൊണ്ടുവന്ന പൈസ എല്ലാം അങ്ങോട്ട് കൊടുത്തിട്ട്, എത്ര കൂട്ടി വിളിച്ചാലും അതിന് മേലെ കൂട്ടി നീ വിളിച്ച് ലേലം ഉറപ്പിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നിടത്തോട്ട് പോവുകയാണ്. സുബൈർക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന ഗുണ്ടകൾ പെട്ടെന്ന് സുബൈർക്കയുടെ വായും മുഖവും കൂടെ പൊത്തിക്കൊണ്ട് ആ റൂമിലോട്ട് കൊണ്ടുപോവാൻ. കിടന്ന് പിടയ്ക്കാതിരാ കിളവാ എന്നും പറഞ്ഞ് ചന്ദ്രബോസിന്റെ ഗുണ്ടകൾ സുബൈർക്കയെ ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഉപേന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് പറയുക, തന്നെ ഫോൺ ചെയ്ത് വിളിച്ചത് ഞാനാ, എനിക്കൊന്നേ അറിയേണ്ടതുള്ളൂ, തനിക്ക് തൻ്റെ മോളെ വേണോ അതോ ഈ വീട് വേണോ? സുബൈർക്കയും വിട്ടുകൊടുക്കുന്നില്ല. ഭീഷണിപ്പെടുത്തി എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണോ പ്ലാൻ? ആണെങ്കിൽ എന്തു വന്നാലും ഈ ലേലം ഞാൻ പിടിച്ചിരിക്കും. എന്നെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കാൻ എനിക്കൊരവസരം കിട്ടിയതാ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ലേലം പിടിച്ചിരിക്കും. എന്നെ നിങ്ങളിവിടെ തടഞ്ഞു നിർത്തിയാലും എൻ്റെ ആളുകൾ ഈ ലേലം ഉറപ്പിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എത്ര പേരെ തടഞ്ഞു വെക്കാനാകും? അതിന് മുകളിലും എത്ര പേരെ കൊണ്ടുവരാൻ ഈ സുബൈറിന് കഴിയും? നീ എന്താടാ അഹങ്കാരം പറയുന്നടാ, അതും ഈ ഉപേന്ദ്രനോട് എന്നും പറഞ്ഞു സുബൈർക്കയുടെ കർണക്കുറ്റിക്കൊരൊറ്റടി. ഈ ഉപേന്ദ്രനെ നിനക്കറിയില്ലടാ, ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കിട്ട് നിന്നെ ഞാൻ കത്തിക്കും. നിന്റെ ഒരു രോമം പോലും ആരും കണ്ടുപിടിക്കത്തില്ലടാ. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കൊല നടത്തുന്നവനാടാ ഈ ഉപേന്ദ്രൻ. അങ്ങനെ ഉള്ളവൻ്റെ അടുത്താ നിന്റെ ഒരു നാവാട്ടം. പെട്ടെന്ന് സുബൈർക്ക് ഉപേന്ദ്രനെ തള്ളി മാറ്റിയിട്ട് പുറത്തോട്ട് പോകാനൊരുങ്ങുമ്പോൾ പുറത്തുനിന്ന് വന്ന ചന്ദ്രബോസ് സുബൈർക്കയുടെ നെഞ്ചിനൊരൊറ്റ തൊഴി. ആ തൊഴി കൊണ്ട് സുബൈർക്ക് ഉപേന്ദ്രൻ്റെ നെഞ്ചിലോട്ട് വന്ന് വീഴുവാണ്. ഉടനെ ചന്ദ്രബോസ് അവൻ്റെ റിവോൾവർ എടുത്ത് സുബൈർക്കയുടെ നെറ്റിക്ക് നേരെ ഇങ്ങനെ ചൂണ്ടുന്നു. സുബൈർക്കയുടെ ഒപ്പം വന്ന ആൾ ഇതൊന്നും അറിയുന്നതുമില്ല. നമ്മുടെ വിഷ്ണുവും കമലനും കൂടെ വണ്ടിയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അവരിങ്ങനെ വന്ന് ചേർന്നതുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എത്രയും പെട്ടെന്ന് വിഷ്ണു ഇവിടെ എത്തിച്ചേരും. സുബൈർക്കയെ അവരിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. അവർക്കൊക്കെ കൊടുക്കാനുള്ളതൊക്കെ വിഷ്ണു കൊടുക്കുകയും ചെയ്യും. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.